75ാമത് മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവം നടക്കുന്ന നമ്മുടെ കോട്ടക്കൽ രാജാസിലെ ഊട്ടുപുരയിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. 8 കൗണ്ടറുകളിലായിട്ട് ഒരുപാടധികം മത്സരാർത്ഥികളും അതുപോലെ തന്നെ അവരുടെ ടീച്ചേഴ്സും രക്ഷിതാക്കളും ഒക്കെയാണ് സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം ഇവിടെ നിന്ന് ആസ്വദിച്ച് കഴിക്കുന്നത്. ഇത്തവണത്തെ കലോത്സവത്തിന് ഊട്ടുപുരയിൽ നമ്മുടെ സദ്യയിൽ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈ കൂടിയുണ്ട്. വളരെ വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു ഭക്ഷണം തന്നെയാണ് കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളത്. എങ്ങനെയുണ്ട് മോളെ, ഭക്ഷണം എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, ഇഷ്ടമായോ? ചിക്കൻ ഫ്രൈയും കൂടി ഒരുക്കിയിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ കലോത്സവത്തിൽ കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ ചിക്കൻ ഫ്രൈ ഒക്കെ ആസ്വദിച്ച് കഴിച്ചോ? ഇഷ്ടമായി. ഓക്കെ, കുട്ടികളുടെ മുഖത്ത് തന്നെ നമുക്കത് അറിയാൻ പറ്റും. വളരെ സന്തോഷത്തോടെയാണ് ഒരുപാട് ആളുകളെ, ഒരുപാട് കുട്ടികളെ, മുതിർന്നവർ അടക്കം, രക്ഷിതാക്കളടക്കം നിരവധി ആളുകളാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ടീച്ചേഴ്സിനോട് തന്നെ ചോദിച്ചു നോക്കാം. ടീച്ചറെ, ചിക്കൻ ഫ്രൈ എങ്ങനെയുണ്ട്? ചിക്കൻ ഫ്രൈ കഴിച്ചിട്ടില്ല, ഒന്ന് കഴിച്ചോട്ടെ. ഓക്കെ, അപ്പോൾ ഒരുപാട് ആളുകളാണ് 8 കൗണ്ടറുകളിലായിട്ടാണ് സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഒരു സദ്യ ഒരുക്കിയിട്ടുള്ളത്. വളരെ കെങ്കേമമായിക്കൊണ്ടാണ് നമ്മളുടെ ഊട്ടുപുരയിലെ കുട്ടികൾക്കും അതുപോലെ തന്നെ എസ്കോട്ടിംഗ് ടീച്ചേഴ്സിനും കൂടെ വന്ന രക്ഷിതാക്കൾക്കും വേണ്ടിയിട്ട് ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നത്. രാജാസ് ഹൈസ്കൂളിൻ്റെയും അതുപോലെ തന്നെ AKMHSS കോട്ടൂരിൻ്റെയും നേതൃത്വത്തിലുള്ള ഭക്ഷണമാണ് ഇന്ന് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളുടെ ഈ കൂടെ തന്നെ ഇവിടെ ഈ ഒരു ഭക്ഷണ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള കബീർ മാഷുണ്ട്. കബീർ മാഷ് ചെയർമാൻ തന്നെയല്ലേ? എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു ഭക്ഷണത്തിന്റെ ക്രമീകരണം? നല്ല രൂപത്തിൽ തന്നെ ഭക്ഷണത്തിന്റെ ക്രമീകരണങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. നാളെ മുതൽ 10,000, നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് 10,000 ആളുകൾ വീതം ഞങ്ങൾ 10,000-ലധികം ആളുകളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നാളെ അതുപോലെ തന്നെ പായസമുണ്ട് ചോറിനോടൊപ്പം. അതേപോലെ തന്നെ എല്ലാ ദിവസവും പായസമുണ്ട്. അതിൻ്റെ കൂടെ മറ്റൊരു ദിവസമായിട്ട് നോണ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് 50,000-ത്തിലോളം അധികം ആളുകൾ ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഇന്ന് ചിക്കൻ ഫ്രൈ, വേറെ ഒരു ദിവസം കൂടെ ചിക്കൻ കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും പായസമുണ്ട്. വളരെ വിഭവസമൃദ്ധം, മാത്രമല്ല വളരെ നല്ല ക്രമീകരണം. എല്ലാവർക്കും ഒരുപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരേ സമയം 1200 പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് പരമാവധി ക്യൂ 10 കൗണ്ടർ ഉണ്ട്. അതെ തന്നെ. അതേപോലെ അതിന്റെ കൺവീനർ ഇതാ രത്നാകര മാഷ്. പിന്നെ നമ്മുടെ നല്ലൊരു കമ്മിറ്റി, നമ്മുടെ ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട KSTയുടെ അധ്യാപകരാണ് ഇതിന്റെ വിളമ്പല്. സ്കൗട്ട്, ഗൈഡ്സ് അല്ലെ, B.Ed വിദ്യാർത്ഥികൾ എല്ലാവരും സഹായമുണ്ട്. പിന്നെ നമ്മുടെ ലോക്കലായിട്ടുള്ള എല്ലാ ആളുകളുടെയും സഹായത്തോടുകൂടിയാണ് നല്ല രൂപത്തിൽ പോകുന്നു. തീർച്ചയായിട്ടും അടുത്ത ദിവസം നിങ്ങൾ വരണം. ഇത് നല്ല ഒരു ക്രമീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 1200ഓളം വിദ്യാർത്ഥികൾക്ക് ഒരു സമയത്ത് നിരവധി കൗണ്ടറുകളിലായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഒരുപക്ഷെ നമുക്ക് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിൽ ചിക്കൻ എന്ന സംഭവം ഈ ഒരു ഊട്ടുപുരയിൽ, അതായത് കലോത്സവ സമയത്ത് ഊട്ടുപുരയിൽ വിളമ്പുന്നത്, ചിക്കൻ വിളമ്പുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം. അപ്പോൾ കലോത്സവത്തിന്റെ ഈ ഒരു ഊട്ടുപുരയിൽ ഒരുപാട് പേരാണ് ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ടുള്ളത്. 2 മോഹിനിയാട്ട നർത്തകിമാർ നമ്മളോടൊപ്പം. കേരള നടനായിരുന്നു അല്ലേ? സോറി, ക്ഷമിക്കണം. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ മത്സരം? എങ്ങനെയുണ്ടായിരുന്നു? അത്യാവശ്യം നല്ല ടഫ് ഏനി. ഞാൻ മേലാറ്റൂർ ആരംഭിച്ചു. ഞാൻ മൂർക്കനാട്, അരീക്കോട് മൂർക്കനാട്. എങ്ങനെ ഭക്ഷണം എങ്ങനെയുണ്ട്? കഴിച്ചോ? കഴിച്ചില്ല, കഴിക്കാൻ പോണേ ഉള്ളൂ. അപ്പൊ എന്താ വിഭവങ്ങൾ നോക്കിയോ? എന്തൊക്കെയുണ്ട്? ചിക്കൻ ഉണ്ട്. അതാണ് ആദ്യം കണ്ടിപ്പെട്ടതല്ലേ? അത് സന്തോഷമായോ ചിക്കൻ കണ്ടപ്പോ? നല്ല സന്തോഷമായി. കാരണം ആദ്യമായിട്ടല്ലേ കലോത്സവത്തിന് ഇങ്ങനെ ചിക്കനൊക്കെ കൊടുക്കണത്? ആണ്, ആദ്യമായിട്ട്. മുന്നേ എവിടെയെങ്കിലും ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെ ഫുഡിന് പോയപ്പോ എവിടെന്നെങ്കിലും ചിക്കൻ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പൊ ഇതുപോലെ വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഇനിയും തുടർന്ന് ഇങ്ങനെ വേണമെന്ന് ആഗ്രഹമുണ്ടോ? നല്ല ആഗ്രഹമുണ്ട്. എന്നാലേ കഴിക്കാനുള്ള ഒരു ഇത് വരും, പ്രചോദനം. ഭക്ഷണം മാത്രമല്ല, നമുക്ക് പ്രോട്ടീനും കൂടിയാണല്ലോ അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു കാര്യമാണ് ഭക്ഷണത്തിൻ്റെ കൂടെ, അതായത് കലോത്സവത്തിലായാലും ചിക്കൻ അല്ലെങ്കിൽ അതുപോലെ പ്രോട്ടീൻ കിട്ടുന്ന എന്തെങ്കിലും ലഭിക്കുക എന്നുള്ളത്. ചിക്കൻ തന്നെ ആവണമില്ല, മറ്റെന്ത് വിഭവങ്ങളായാലും നല്ലതാണ്. ഇപ്പോൾ ഈ കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നത് വെജ്, നോൺ വെജ് എന്ന തരത്തിൽ 2 ഭാഗങ്ങളായിട്ടാണ്. അതുകൂടാതെ തന്നെ ബൊഫേ ആയിട്ടാണ് ഇപ്പോൾ ഭക്ഷണം ആളുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപക്ഷെ ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും
ഇത്തരത്തിൽ ഒരു ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ ചിക്കൻ ജില്ലാ കലോത്സവത്തിൽ വിളമ്പുന്നത്. KSTAയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു സംഭവം അരങ്ങേറുന്നത്.